ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ച് വരികയാണ്. പ്രചാരണത്തിന് ആവേശം നൽകാൻ 3 മുന്നണികളുടെയും നേതാക്കൾ വരും ദിവസങ്ങളിൽ മഞ്ചേശ്വരത്ത് എത്തിച്ചേരും. BJPയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ചലച്ചിത്ര താരം സുരേഷ് ഗോപി പങ്കെടുത്തത് അണികളിൽ ആവേശമുണ്ടാക്കി. കുറിക്കുകൊള്ളുന്ന ഡയലോഗിലൂടെ സുരേഷ് ഗോപി അണികളെ കയ്യിലെടുത്തു. മഞ്ചേശ്വരത്തെ BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വിജയിക്കേണ്ടതിൻ്റെ ആവേശത്തെക്കുറിച്ചും സുരേഷ് ഗോപി എടുത്തു പറഞ്ഞു. അതുപോലെ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബുധനാഴ്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. VSനെ കേൾക്കാൻ പൊരിവെയിലത്തും ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. 5 വർഷത്തേക്ക് LDF അധികാരത്തിൽ വന്നാൽ വിലക്കയറ്റമുണ്ടാകില്ലെന്ന VSൻ്റെ പ്രസംഗത്തിന് തകർപ്പിന് കയ്യടിയാണ് ലഭിച്ചത്. UDFൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചൊവ്വാഴ്ച മഞ്ചേശ്വരത്ത് നടക്കുകയുണ്ടായി. നിലവിലെ MLA PB അബ്ദുൾ റസാഖ് തൻ്റെ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതേസമയം 2006 വികസനം ചൂണ്ടിക്കാട്ടി LDFലെ CH കുഞ്ഞമ്പു വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തിൻ്റെ സാർവത്രിക വികസനത്തിന് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ജനകീയ വികസന മുന്നണി സ്ഥാനാർത്ഥിയായി DMK മുഹമ്മദും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച മുഹമ്മദിന് 5700 വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുഹമ്മദിന് കൂടുതൽ ആത്മവിശ്വാസമുണ്ടാക്കുന്നുണ്ട്. എങ്ങനെയും മണ്ഡലം നിലനിർത്തണമെന്ന തീവ്ര ശ്രമത്തിലാണ് UDFും PB അബ്ദുൾ റസാഖും. എന്നാൽ BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള സംസ്ഥാനത്തെ ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. വിജയത്തിൽ കുറഞ്ഞ് മറ്റൊന്നിനെക്കുറിച്ചും BJP ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അതേസമയം അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പുവും LDFും പറയുന്നത് ഇത്തവണ മഞ്ചേശ്വരം ചുവക്കും എന്നാണ്. എന്തൊക്കെയായാലും മഞ്ചേശ്വരത്തെ വോട്ടർമാർ ആരെ തുണക്കുമെന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണം. ന്യൂസ് ഡെസ്ക് KCN.